ഇതൊരു കസേര കളിയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഭരണഘടനാപരമായ പദവിയൊന്നുമല്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. അവിടെ എന്തെങ്കിലും കാറോ പത്രാസോ ഒന്നും കിട്ടാനുമില്ല. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം CPI അവർക്ക് മുന്നോട്ട് വെക്കാൻ ഒരു നേതാവുണ്ട് ഈ വിഷയത്തിൽ സഭയിൽ എന്നുള്ളതാണ്. കരുത്തനായ മുൻ റവന്യൂ മന്ത്രിയായിരുന്ന കെ രാജന് വേണ്ടിയാണ് CPI ഈ കടുംപിടുത്തം പിടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, അത് കഴിഞ്ഞാൽ ഇപ്പോൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KN ബാലഗോപാലാണ് രണ്ടാമത്തെ സീറ്റിലിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി CPIക്ക് കൊടുത്താൽ അവിടെ CPI വരും, CPIയുടെ രാജൻ വരുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റ് LDFലെ തന്നെ ഘടകകക്ഷികൾ ഉണ്ടെങ്കിൽ ആ ഘടകകക്ഷികളുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് BJPയും കഴിഞ്ഞ് പിന്നെ CPMന്റെ വരും. അതായത് ഏതാണ്ട് പിണറായി വിജയന്റെ പുറകിലത്തെ സീറ്റിലേക്ക് KN ബാലഗോപാൽ പോകും. അത് CPM ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം പിണറായി വിജയനോടൊപ്പം തന്നെ ഈ സഭയിൽ മുന്നോട്ട് വെച്ച് ഈ സഭയിൽ പ്രതിപക്ഷത്തെ നയിക്കാനായി CPM ആഗ്രഹിക്കുന്നവരിൽ ഒരാൾ KN ബാലഗോപാൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇപ്പം നിയമസഭാ സമ്മേളനം തുടങ്ങി പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത്, ആ ഫ്ലോർ മാനേജ്മെൻറ്റ് എന്ന രീതിയുണ്ട്. അത് തീരുമാനിക്കപ്പെടുന്നത് രാവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഒരു ഹാള് പോലെ ഉണ്ട്. ആ ഹാളിൽ പ്രതിപക്ഷത്തെ MLAമാരെല്ലാം കൂടി ഇരിക്കും, നിയമസഭാ കക്ഷി യോഗം ചേരും. അവിടെ വെച്ചാണ് ഇന്ന് എന്ത് ചെയ്യണം എന്ന തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഈ സഭാ സമ്മേളനം തുടങ്ങിയിട്ട് ഇതുവരെയും LDFന്റെ നിയമസഭാ കക്ഷി യോഗം ഇതിൻ്റെ പേരിൽ ചേർന്നിട്ടില്ല. ഈ തർക്കത്തിൻ്റെ പേരിൽ ഫോണിലൊക്കെയാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഓരോ ദിവസവും രാവിലെ നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ സഭ കൂടുന്ന ദിവസം അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. കാരണം ഇന്ന് അത് കഴിഞ്ഞ് ആ നിയമസഭാ കക്ഷി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ MLAമാരെ കണ്ടാൽ നമുക്കറിയാം ഇന്ന് എന്താണ് പ്രതിപക്ഷ ഈ സഭയിൽ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം കൂടിയാലോചനകൾ പോലും ഇതിൻ്റെ പേരിൽ നടക്കുന്നില്ല എന്നുള്ള. ഇന്ന് ബിനോയ് വിശ്വം AKG സെൻറ്ററിലെ ബിനോയ് വിശ്വത്തെ വിളിച്ചു വരുത്തി MV ഗോവിന്ദൻ സംസാരിച്ചിട്ടുണ്ട്. CPMും കോംപ്രമൈസിന് ഈ വിഷയത്തിൽ തയ്യാറല്ല, നടക്കില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ ബിനോയ് വിശ്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള. ഇതിനകത്ത് CPIയും ഒരു പെടല് പെട്ടു. കാരണം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ CPI പറഞ്ഞു പോയിട്ടുണ്ട് പരസ്യമായിട്ട്. അതുകൊണ്ട് അവിടുന്ന് പിൻവാങ്ങാനും പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന വിഭാഗം ആ നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ, ഇത് വാങ്ങിയെടുക്കേണ്ട ഉത്തരവാദിത്വം ബിനോയ് വിശ്വത്തിൻ്റെതാക്കി മാറ്റിയിട്ട് അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദവും ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPIയും കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വിഷയം കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് മുന്നണി എന്ന നിലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ CPIക്ക് അതിന് അർഹതപ്പെട്ടതുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ CPI എന്താണ് ചെയ്തിരിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആകെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും തലയിൽ അവരങ്ങ് വെച്ചിട്ടുണ്ട്. അവർക്ക് സിറ്റിംഗ് സീറ്റുകൾ എത്ര നഷ്ടപ്പെട്ടു, അവിടെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്നതിലൊക്കെ ഒരു ഇടതു പാർട്ടി എന്ന നിലയിലുള്ള സ്വയം വിമർശനം പോലും CPI നടത്തുന്നില്ല. എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതയായിരുന്നു എന്ന് പറഞ്ഞു വെക്കുക എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് അവർ ഇത്തരം പിടിവാശി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ മൂവ് കൂടിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളാണ് ഈ രണ്ടാമത്തെ പാർട്ടി എന്ന് ഇങ്ങനെ ആവർത്തിച്ച് സ്ഥാപിക്കാൻ, അതുകൊണ്ട് തങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് പദവിക്ക് അർഹതയുണ്ട് എന്ന ഒരു വാശി പിടിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. CPM ഏതായാലും ഇതിൽ വഴങ്ങും എന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് അതിനകത്തുള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ മുന്നിൽ നിർത്തുമ്പോഴും അവർ നേരത്തെ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയപ്പോഴും അവിടെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ ഫ്ലോർ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയി വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഫ്ലോർ മാനേജ്മെൻറ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട കക്ഷി നടത്തുന്ന ഒരു രീതിയാണുള്ളത്. അവിടെ അവർക്ക് KN ബാലഗോപാലിനെ കൊണ്ട് അത് നടത്തിക്കണം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം KN ബാലഗോപാലിനെ എന്ന ഒരു തന്ത്രം കൂടി CPMന് ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത് CPIക്ക് വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയി പണി നോക്കാൻ ഏറ്റവും അവസാനം മിക്കവാറും CPM കുറച്ച് കടുപ്പിച്ചു പറയാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.